BJP സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചു എന്നാണ് വാർത്ത. 163 അംഗ BJP സംസ്ഥാന കമ്മിറ്റിയാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചത്. വി മുരളീധരൻ പക്ഷത്തിലെ പ്രമുഖ നേതാക്കളായ നാരായണൻ നമ്പൂതിരി, സി ശിവൻകുട്ടി, പി രഘുനാഥ് എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒതുക്കി എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ അനുബന്ധമായി വരുന്നുണ്ട്. അലക്സ് റാമുഹമ്മദ് അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. 163 അംഗ BJP സംസ്ഥാന കമ്മിറ്റിയെയാണ് ഇപ്പോൾ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭാരവാഹി പട്ടികയിൽ നിന്ന് തഴഞ്ഞ പ്രമുഖ നേതാക്കളെ നാഷണൽ കൗൺസിലിലേക്ക് പരിഗണിക്കും എന്ന് കരുതിയിരുന്നെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിൽ ഒതുക്കി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഭാരവാഹി പട്ടിക നേരത്തെ വന്നപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളുണ്ടായിരുന്നു, ഭിന്നാഭിപ്രായങ്ങളുണ്ടായിരുന്നു, അത് വിവാദമായിരുന്നു. പിന്നാലെ ഇപ്പോൾ നാഷണൽ കൗൺസിലേക്ക് അത്തരം നേതാക്കളെ, അന്ന് തഴഞ്ഞ നേതാക്കളെ പരിഗണിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും പിന്നീട് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്കാണ് അവരെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 163 പേരാണ് BJPയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ആകെയുള്ളത്. യുവമോർച്ച മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ്, OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പ്രകാശ്, ഇന്റലക്ച്വൽ സെൽ കൺവീനർ യുവരാജ് ഗോകുൽ, മുൻ സോഷ്യൽ മീഡിയ കൺവീനർ S ജയശങ്കർ, മീഡിയ കൺവീനർ M സുവർണപ്രസാദ് എന്നിവരെ പരിഗണിച്ചിട്ടില്ല സംസ്ഥാന കമ്മിറ്റിയിൽ എന്ന സുപ്രധാന വിവരമാണ് ഇപ്പോൾ അലക്സ് റാമുഹമ്മദ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും BJPയുടെ 163 അംഗ സംസ്ഥാന കമ്മിറ്റിയിലാണ് ഈ പറഞ്ഞ പേരുകാർ, പ്രമുഖരായ ഈ നേതാക്കളെ പരിഗണിക്കാത്തത് എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു. യുവമോർച്ച മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ്, OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പ്രകാശ്, ഇന്റലക്ച്വൽ സെൽ കൺവീനർ യുവരാജ് ഗോകുൽ, മുൻ സോഷ്യൽ മീഡിയ കൺവീനർ S ജയശങ്കർ, മീഡിയ കൺവീനർ M സുവർണപ്രസാദ് എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചിട്ടില്ല എന്ന സുപ്രധാന വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. ഒപ്പം തന്നെ വി മുരളീധരൻ പക്ഷത്തിലെ പ്രമുഖ നേതാക്കളായ നാരായണൻ നമ്പൂതിരി, സി ശിവൻകുട്ടി, പി രഘുനാഥ് എന്നിവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പേരുകൾ നേരത്തെ നാഷണൽ കൗൺസിലേക്ക് പരിഗണിക്കുമെന്ന് പറഞ്ഞു കേട്ടെങ്കിലും അതുണ്ടാവുന്നില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ അവരെ നിലനിർത്തുന്നു, അല്ലെങ്കിൽ അവരെ ഒതുക്കുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഈ ഇപ്പോഴത്തെ നീക്കം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഈ കമ്മിറ്റി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.